എൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ വന്നിരിക്കുന്നത്. പകലൊന്നും എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. നാളെ ഇൻഷാ അള്ളാ എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ്. എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ മോൾക്ക് മൈലാഞ്ചി ഇട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് സോണിയ മുബാറക്കാണ് കേട്ടോ. അവളുടെ ഒരു കസിനും കൂടിയാണ് ഇട്ടത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെ അത് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നെ കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇടുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ? അതിനായിട്ട് ഞാൻ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ടെൻഡർ കോക്കനട്ട് സാഗോ പായസം മിക്സ് വെച്ചിട്ടൊരു പായസമാണ് കേട്ടോ തയ്യാറാക്കിയത്. ഈ ഒരു മിക്സ് ഒരു കടയിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ മൈലാഞ്ചി ദിവസം തന്നെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയത്. ഇതിനായിട്ട് 1.5 ലിറ്റർ പാലൊക്കെയാണ് കേട്ടോ അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ആ പായസം മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ ഇത് ആ ചവ്വരിയൊക്കെ വെന്ത് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ചെറിയ ബൗളുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്.